മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ പൊട്ടിക്കരയുകയാണ് അനുമോൾ. കാരണം വേറൊന്നുമല്ല, ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അനുമോളുടെ PR-ന്റെ നമ്പർ ആദിലയുടെ കൊടുത്തു, അക്ബറിനെ കരിവാരി തേക്കാൻ അനുമോൾ പറഞ്ഞു എന്നൊക്കെ. ആ കാര്യം ജിഷിനും അറിഞ്ഞിരുന്നു. ആ സമയത്ത് ജിഷിന് അനുമോളോട് ദേഷ്യമൊക്കെ തോന്നി, അനുമോളെ തെറ്റിദ്ധരിച്ചു എന്നൊക്കെ ജിഷിൻ പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ജിഷിൻ ആ കാര്യം നേരിട്ട് ചെന്ന് അനുമോളോട് ചോദിക്കുകയാണ്. അപ്പോൾ അനുമോൾ പറയുന്നത്, ഞാൻ എൻ്റെ മൊബൈൽ നമ്പറാണ് അവളുടെ കൊടുത്തത്. ഒരു ടിഷ്യൂവിൽ ഐലൈനർ കൊണ്ട് എഴുതി എൻ്റെ മൊബൈൽ നമ്പറാണ് ഞാൻ അവളുടെ കൊടുത്തത്. അവളുടെ മൊബൈൽ നമ്പർ എൻ്റെ കയ്യിലും തന്നിട്ടുണ്ട്, അല്ലാതെ PR-ന്റെ നമ്പറല്ല. ഞാൻ എന്നിട്ട് അവളോട് പ്രത്യേകം പറഞ്ഞു, ചേച്ചിയുടെ കയ്യിലായിരിക്കും ഫോൺ, ചേച്ചി ആയിരിക്കും ഫോൺ എടുക്കുക, ചേച്ചിയോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാനിനി കരയില്ല, അമ്പലങ്ങളിലൊക്കെ പോകണം എന്നൊക്കെ പറയാൻ മാത്രമാണ് പറഞ്ഞത്. അവളുടെ കബോർഡിൽ ആ ടിഷ്യൂ കാണും, അവൾ ആ ടിഷ്യൂ കളഞ്ഞു എന്ന് പറയുന്നത് കള്ളമാ, നൂറയ്ക്കറിയാം സത്യങ്ങൾ, നൂറയോട് ജിഷൻ ചേട്ടൻ പോയി ചോദിക്കുന്നൊക്കെ അനുമോള് പറയുന്നുണ്ട്. അക്ബർ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരാളാ. അക്ബറിനെ കരിവാരിത്തേക്കാൻ ഞാൻ പറയുമോ? ഒരിക്കലും ഞാൻ പറയില്ല. ഞാൻ വിശ്വസിക്കുന്ന ദൈവങ്ങളാണ് സത്യം. ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ചേട്ടന് തോന്നുന്നുണ്ടോ ഞാൻ അങ്ങനെ പറയുമെന്ന്? അങ്ങനെ പറഞ്ഞെങ്കിൽ ഞാൻ ഇവിടുന്ന് ഔട്ടായി പൊക്കോട്ടെ എന്നൊക്കെയാണ് അനുമോള് പറയുന്നത്. അപ്പോൾ ജിഷിൻ പറയുന്നത്, ഞാൻ ഇത് കേട്ടപ്പോൾ നിന്നെ തെറ്റിദ്ധരിച്ചിരുന്നു. നിന്റെ സ്ഥാനത്ത് അക്ബർ ആയിരുന്നെങ്കിലോ? അക്ബറാ നിന്നെ കരിവാരി തേക്കാൻ വേണ്ടി ഇങ്ങനെ ഒരാളുടെ നമ്പർ കൊടുത്തു വിട്ടാൽ നീ എന്ത് ചെയ്യും? നിനക്ക് സങ്കടം വരില്ലേ? അതുപോലെ തന്നെ ഈ കാര്യം അക്ബർ അറിഞ്ഞപ്പോൾ അവൻ ചങ്ക് പൊട്ടിക്കരഞ്ഞു. അത് നേരിട്ട് കണ്ടവനാ ഞാൻ. അത് കണ്ടപ്പോൾ എനിക്ക് സങ്കടമായി. ഞാൻ അപ്പോൾ നിന്നെ തെറ്റിദ്ധരിച്ചു എന്ന് ജിഷിൻ അനുമോളോട് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നത്, എനിക്ക് അക്ബറിനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കണം, ഇല്ലെങ്കിൽ അയാൾ എന്നെ തെറ്റിദ്ധരിക്കുമെന്ന് പറയുന്നു. അപ്പോൾ ജിഷിൻ പറയുന്നുണ്ട്, ഉറപ്പായിട്ടും സംസാരിക്കണം, അവൻ നിന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക തന്നെയാണ്. അപ്പോൾ അനുമോൾ ചോദിക്കുന്നുണ്ട്, ഇവരൊക്കെ എന്നോട് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? അവളെ ഞാൻ എൻ്റെ അനിയത്തിനെ പോലെയാണ് കണ്ടത്. ഉള്ള കാര്യം പറഞ്ഞാൽ കുഴപ്പമില്ല, ഈ ഇല്ലാത്ത കാര്യം അവൾ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? അവൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അനുഭവിക്കും. എന്നിട്ട് അനുമോൾ ജിഷിനോട് പറയുന്നുണ്ട്, ചേട്ടൻ പോയി നൂറയോട് ചോദിക്കുക, നൂറയ്ക്ക് സത്യാവസ്ഥ അറിയാം, നൂറ പറയുമല്ലോ എന്നൊക്കെ ചോദിക്കുന്നു. എന്നിട്ട് അനുമോൾ ഉറപ്പിച്ച് പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ അച്ഛൻ്റെ നമ്പറും അമ്മയുടെ നമ്പറും എൻ്റെ നമ്പറും കാണാതെ അറിയാം. എനിക്ക് 3 മൊബൈൽ നമ്പറുണ്ട്, അതിൽ ഒരു നമ്പർ എനിക്കറിയാം. ആ ഒരു നമ്പറാണ് ഞാൻ അവളുടെ എഴുതി കൊടുത്തത്, അല്ലാതെ ഒരിക്കലും PR-ന്റെ നമ്പറല്ല. അതുപോലെ തന്നെ അക്ബറിനോട് അങ്ങനെ ചെയ്യില്ല ഞാൻ എന്നൊക്കെയാണ് അനുമോൾ പറയുന്നത്. അതും പറഞ്ഞാണ് അനുമോൾ ഇപ്പോൾ പൊട്ടിക്കരയുന്നത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.